ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്ത്. സെറ്റ് എയിലെ 2 മാർക്ക് 3 മാർക്ക് ആൻഡ് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സെറ്റ് ബി ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അപ്പൊ സെറ്റ് ബിയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സെക്ഷൻ ബി ആണ്, അതായത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട്. ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നും കൂടിയും പറയാം. ഒന്ന് ഹാർട്ടിന്റെ ആ ക്വസ്റ്റ്യൻ, ബ്ലഡ് സർക്കുലേഷന്റെ ആ ക്വസ്റ്റ്യൻസ്, പിന്നെ DNA യുടെ സ്ട്രക്ചർ, പിന്നെ ജനറ്റിക്സിനകത്ത് നിന്ന് വന്നിരിക്കുന്ന ആ ഒരു കളർ ബ്ലൈൻഡ്നെസിന്റെ ആ ക്വസ്റ്റ്യന്, പിന്നെ വന്നേക്കുന്നത് ഫ്ലവറിന്റെ സ്ട്രക്ചർ, ഒരു ബൈസെക്ഷൽ ഫ്ലവറിന്റെ സ്ട്രക്ചർ, പിന്നെ ഉള്ളത് DNA റിപ്ലിക്കേഷൻസിന്റെ പടം വരച്ച് ലേബൽ ചെയ്യാനുള്ളത്. ഇതൊക്കെ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ചിലപ്പോൾ ഒരു 20 കഴിഞ്ഞ് ചിലപ്പോൾ 21 ഉണ്ടാകത്തില്ലായിരിക്കും. അത് അടുത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ അത് നോക്കി ആ ഒരു സെറ്റ് ചെയ്യിലെ ക്വസ്റ്റ്യൻസ് ഫുള്ള് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ സെറ്റ് ബിയും സി വരുമ്പോഴത്തേക്ക് ആ ഒരു ക്വസ്റ്റ്യൻസും കൂടി നന്നായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ സെറ്റ് ബിക്കകത്ത് സെക്ഷൻ ബി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ ഇൻ ദി ബ്ലാങ്ക്സ്. ഒരു 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ 4 സെന്റൻസിലും ബ്ലാങ്ക് ആയിട്ട് പോർഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് വെച്ച് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നോക്കിയാൽ ഫസ്റ്റ് സെന്റൻസ് ആണ്, ഡാഷ് ടിഷ്യൂ ഈസ് പ്രൊട്ടക്റ്റീവ്. ദെൻ ബി, ബ്ലഡ് ഈസ് എ ഡാഷ് ടിഷ്യൂ. The tissue that conducts food materials in plant is dash. Palisade parenchyma is found in dash organ. നോക്കിയാൽ ഫസ്റ്റ് എന്തായിരിക്കും, ഡാഷ് ഇസ് എ പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ. ഏതാണ് പ്രൊട്ടക്റ്റീവ് ടിഷ്യൂസ്? നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂസസ് ആണ് എന്ത്, പ്രൊട്ടക്റ്റീവ് ടിഷ്യൂസസ്. എപ്പിഡെർമൽ ടിഷ്യൂസസ് ആണ് എന്ത്, പ്രൊട്ടക്റ്റീവ് ടിഷ്യൂസസ്. പിന്നെ ഉള്ളതാണ് ബ്ലഡ് ഈസ് എ ഡാഷ് ടിഷ്യൂസ്. ബ്ലഡ് എന്ത് ടൈപ്പ് ടിഷ്യൂസ് ആണ്, കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലെ. ബ്ലഡ് എന്താണ്, ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമ്മുടെ ബ്ലഡ് ഓർഗൻസിലോട്ട്, ഓരോ ഓർഗൻസിൽ നിന്നും മറ്റൊരു ഓർഗൻസിലോട്ടൊക്കെ എന്താണ് ഓക്സിജനും മറ്റു ന്യൂട്രിയൻസും ഒക്കെ കൊണ്ടുപോകുന്ന ആരാണ്, ഈ ബ്ലഡിലൂടെയാണ് കൊണ്ടുപോകുന്നത് അല്ലെ. Then next ആണ്, the tissues that conduct food materials in plant dashes. പ്ലാന്റ്സിൽ എന്താണ് ഫുഡ് മെറ്റീരിയൽസ് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്, ഫ്ലോയം ആണ് ഫുഡ് മെറ്റീരിയൽസ് കണ്ടക്ട് ചെയ്യുന്നത്. വാട്ടർ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്, സൈലമാണ് വാട്ടർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, then ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പാലിസൈഡ് പാരൻകൈമ is found in dash organ. എവിടെയാണ് പാലിസൈഡ് കാണുന്നത്, ലീഫ് ഓർഗൻസിലാണ് പാലിസൈഡ് പാരൻകൈമ കാണുന്നത്. അതുപോലെ സ്പോഞ്ചി ടിഷ്യൂ, പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും എവിടെയാണ് കാണുന്നത്, നമ്മുടെ ലീഫിലാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പം ഈ ഒരു സർക്കുലേഷന്റെ ചാപ്റ്റർ, പിന്നെ ആണെങ്കിൽ ഷൂട്ട് സിസ്റ്റം, റൂട്ട് സിസ്റ്റം, ഈ ചാപ്റ്റർ ഒക്കെ നന്നായിട്ട് തറവായിട്ട് പഠിക്കണം. ഈ ചാപ്റ്ററിൽ നിന്നൊക്കെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മാച്ച് ദ ഐറ്റംസ് ഓഫ് കോളം 1 by selecting the suitable options from column 2. രണ്ട് കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ രണ്ട് കോളത്തിനകത്ത് നിന്ന് ഏതാണ് കോളം 1ന് സ്യൂട്ടബിൾ ആയിട്ട് കോളം 2വിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യണം. നോക്കി, കോളം 1നെ കൊടുത്തിരിക്കുന്നത് ലാർജ് ലിംബോയിഡ് ഓർഗൻസും ബോൺ മാരോയും ആണ് കൊടുത്തിരിക്കുന്നത്. കോളം 2വിൽ ഏതാണ്, ലിവർ, സ്പ്ലീന്, തൈറോയിഡ്, ഹീമോപ്സിസ്. അപ്പൊ ഈ രണ്ട് കാര്യമാണ് എന്ത്, ഇത്രയാണ് കോളം 1ലും 2വിലും ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിയാൽ ലാർജ് ലിംബോയിഡ് ഓർഗൻ ഏതാണ് നമ്മുടെ ബോഡിയിൽ, ലാർജ് ലിംബോയിഡ് ഓർഗൻ സ്പ്ലീൻ ആണ്. എന്ത്, നമ്മുടെ ബോഡിയിലെ ലാർജ് ലിംബോയിഡ് ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്, സ്പ്ലീൻ ആണ് ലാർജ് ലിംബോയിഡ് ഓർഗൻ. ദെൻ നെക്സ്റ്റ് ആണ് ബോൺ മാരോ. ബോൺ മാരോയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണ്, ഇവിടെ ലിവർ ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, ഹീമോപിയോസിസ് ഉണ്ട്. അപ്പൊ ഏതാണ്, ഹീമോപയോസിസ് ആണ് ബോൺ മാരോയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഹീമോപയോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻസിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ബോൺ മാരോയിൽ നിന്നാണ് എന്താ ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്നത്. ഈ ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻസിനെയാണ് എന്ത്, ഹീമോപയോസിസ് എന്ന് പറയുന്നത്. ലാർജ് ലിംബോയിഡ് ഓർഗൻ ഏതാണ്, സ്പ്ലീൻ ആണ്. അത് ലിവറുമായിട്ട് കണക്ട് ചെയ്യട്ടെ. ലാർജസ്റ്റ് ലിംബോയിഡ് ഓർഗൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്, സ്പ്ലീൻ ആണ്. ഹീമോപയോസിസ് എന്ന് വെച്ചാൽ എന്താണ്, ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻ ആണ്. ബ്ലഡ് സെൽസ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്, നമ്മുടെ ലിംബോയിഡ് ഓർഗനിൽ നിന്നും, ബോൺ മാരോയിൽ നിന്നും. ഓക്കെ,
Then 21st question എന്താണ് മാച്ച് ദി ഫോളോയിങ് ആണ്. രണ്ട് കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് കോളത്തിനകത്ത് കോളം 1ന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കോളം 2ൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. അപ്പോൾ കോളം 1ൽ കൊടുത്തിരിക്കുന്ന അഗ്രിഗേറ്റ് ഫ്രൂട്ടും സിമ്പിൾ ഫ്രൂട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഇൻഫ്ലോറസൻസ് പഠിക്കാനുണ്ട്, പ്ലസന്റേഷൻ പഠിക്കാനുണ്ട്. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നോക്കിയേ, ഇവിടെ അഗ്രിഗേറ്റ് ഫ്രൂട്ടും സിമ്പിൾ ഫ്രൂട്ടും ആണ് കൊടുത്തിരിക്കുന്നത്. കോളം 2വിനകത്ത് ഈ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് ടൈപ്സ് ഓഫ് ഫ്ലവറിൽ നിന്നാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ആണ് ഡെവലപ്പ് ഫ്രം ഇൻഫ്ലോറസൻസ്, ഡെവലപ്പ് ഫ്രം പോളികാർപ്പിലറി ഓവറി, ഡെവലപ്പ് ഫ്രം സിംഗിൾ ഓവറി, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് വെച്ചാൽ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫ്രൂട്ട് ഉണ്ടാവുന്ന എങ്ങനെയാണ്, ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ് ഉണ്ടാവുന്നതാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. അപ്പൊ നോക്കിയാൽ അഗ്രിഗേറ്റീവ് ഫ്രൂട്ട്, അപ്പൊ അതങ്ങ് നമുക്ക് ഒഴിവാക്കാം. ബാക്കി 3 കൊടുത്തിട്ടുണ്ട്. ഡെവലപ്പ് ഫ്രം എൻ ഇൻഫ്ലോറസൻസ് ഉണ്ട്, ഡെവലപ്പ് ഫ്രം പോളികാർപ്പിലറി ഓവറി ഉണ്ട്, ഡെവലപ്പ് ഫ്രം എ സിംഗിൾ ഓവറി ഉണ്ട്. അപ്പൊ അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഏതിൽ നിന്നായിരിക്കും ഉണ്ടാവുന്നത്? പോളികാർപ്പിലറി ഓവറിൽ നിന്നാണ് എന്ത് അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇൻഫ്ലോറസൻസ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് നമ്മൾ കൂടി കട്ടയായിട്ട് അങ്ങനെ അഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രൂട്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവരുത്, ഇൻഫ്ലോറസൻസ് എഴുതരുത്. എന്താണ് പോളികാർപ്പിലറി, ഒരുപാട് കാർപ്പലസസ് ഉള്ള ഒരു പോളികാർപ്പിലറി ഓവറിൽ നിന്നാണ് എന്ത് നമ്മുടെ അഗ്രിഗേറ്റ് ഫ്രൂട്ട് ഉണ്ടാവുന്നത്. സെക്കൻഡ് വൺ ആണ് സിമ്പിൾ ഫ്രൂട്ട്. സിമ്പിൾ ഫ്രൂട്ട് ഏതാണ്? ആസ് യൂഷ്വൽ ഒരു സിംഗിൾ ഓവറിൽ നിന്നാണ് എന്ത് സിമ്പിൾ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. 22. Write a two difference between DNA and RNA. നമുക്ക് എല്ലാവർക്കും ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ് DNA-യുടെയും RNA-യുടെയും ഡിഫറൻസ് എന്താണ്. അപ്പൊ DNA എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും RNA റൈബോ ന്യൂക്ലിക് ആസിഡും ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്ന് ഷുഗർ ടൈപ്പ്. ഷുഗർ ടൈപ്പ് എങ്ങനെയാണ്? DNA-യിൽ എങ്ങനെയാണ്? ഡിയോക്സി റൈബോസ് ആണ് ഷുഗർ ഉള്ളത്. നമുക്കറിയാം ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രജൻ ബേസസ് ഉണ്ട്, ന്യൂക്ലിയോടൈഡ് ന്യൂക്ലിയോസൈഡ് ഒക്കെ കമ്പൈൻ ചെയ്താണ് നമ്മുടെ DNA RNA ഒക്കെ ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിയാൽ നമുക്ക് രണ്ട് ഡിഫറൻസ്, ഷുഗർ ടൈപ്പിലും നൈട്രജൻ ബേസസിലും രണ്ട് ഡിഫറൻസ് എഴുതാവുന്നതാണ്. അപ്പൊ ഷുഗർ ടൈപ്പ് ഏതാണ്? DNA-ക്കകത്ത് എന്താണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് ഉള്ളത്. RNA-ക്കകത്ത് എന്താണ്? റൈബോസ് ഷുഗർ ആണ് അല്ലെ. DNA-യുടെ ഫുൾ ഫോം അങ്ങനെയല്ലേ, ഡിയോക്സി റൈബോസ് ഷുഗറും റൈബോസ് ഷുഗർ RNA. അപ്പൊ നോക്കിയാൽ ഷുഗർ ടൈപ്പ് ഏതാണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണ് DNA-യിൽ ഉള്ളത്. RNA-യിൽ ഏതാണ്? റൈബോസ് ഷുഗർ ആണ്. ഇനി നൈട്രജൻ ബേസസ്, നമുക്കറിയാം 4 നൈട്രജൻ ബേസസ് ഉണ്ട്. 2 പ്യൂരിനും 2 പിരമിഡിനും, അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ അല്ലെ. ഇങ്ങനെയാണ് DNA നൈട്രജൻ ബേസസ്. ഇനി RNA നൈട്രജൻ ബേസസ് വരുമ്പോൾ ഏതാണ്? അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിൻ. തൈമിന് പകരം അവിടെ ഏതാണുള്ളത്? യുറാസിലാണ് ഉള്ളത്. അപ്പൊ അതെന്താണ്? ഒരു ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ഡിഫറൻസ് കിട്ടിയില്ല. ഒന്ന് ഷുഗർ ടൈപ്പ് വെച്ച് എഴുതാം, പിന്നെ രണ്ടാമത്തെ ഏതാണ്? നൈട്രജൻ ബേസ് വെച്ച് എഴുതാം. ഓക്കെ, അപ്പൊ നൈട്രജൻ ബേസ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, തൈമിന് പകരം DNA-യിൽ തൈമിനാണ് ഒരു നൈട്രജൻ ബേസ്, പക്ഷെ RNA-യിൽ എന്താണ്? തൈമിൻ ഇല്ല, പകരം യുറാസിലാണുള്ളത്. അപ്പം അഡിനിൻ ഓൾവേസ് പെയർസ് വിത്ത് യുറാസിൽ in the case of RNA. RNA-യുടെ കേസിൽ എങ്ങനെയാണ്? അഡിനിൻ ആരുമായിട്ട് പെയർ ചെയ്യും? യുറാസിലുമായിട്ട് പെയർ ചെയ്യും. DNA-യിൽ തൈമിൻ ആരുമായിട്ട് പെയർ ചെയ്യും? അഡിനിയുമായിട്ട് പെയർ ചെയ്യും. കൺഫ്യൂസ്ഡ് ആവരുത്. ആ പെയറിങ് DNA-യുടെ സ്ട്രക്ചർ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ പെയറിങ് എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എല്ലാവരും നോക്കി ATGC അത് ഓർത്തിരിക്കുക. RNA-യുടെ വരുമ്പോഴത്തേക്കും AUGC എന്നും ഓർത്തിരിക്കുക. ഓക്കെ, then 23rd question ആണ്. Match the item given in column 1 with a suitable item given to other. എന്താണ്? 2 കോളം തന്നിട്ടുണ്ട്. ആ കോളത്തിനകത്ത് ഉള്ള തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോളം 1-നകത്തുള്ളത് അക്രോസോമും നെക്ക് ഓഫ് സ്പേമും ആണ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനകത്തെ ചാപ്റ്ററിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോളം 2-നകത്തുള്ളതാണ് കണ്ടെയ്ൻസ് മൈറ്റോകോൺട്രിയ, സെൻട്രിയോള്, ഫ്ലാജെല്ലം, കണ്ടെയ്ൻസ് എൻസൈംസ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? അക്രോസോം എന്താണ്? നമ്മുടെ സ്പേം സെൽസിന്റെ സ്പെഷ്യലൈസ്ഡ് പാർട്ട് ആണ് എന്ത്? അക്രോസോം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അക്രോസോമിലാണ് എന്ത്? എൻസൈംസ് ഉള്ളത്. ഈ അക്രോസോമിലാണ് നമ്മുടെ ഫെർട്ടിലൈസേഷൻ ഓവത്തിനകത്തോട്ട് കയറി ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിനൊക്കെ സഹായിക്കുന്ന എൻസൈംസ് ആരിലുള്ളത്? ഈ സ്പേമിന്റെ സ്പെഷ്യലൈസ്ഡ് പാർട്ടായ അക്രോസോമിലാണ് ഈ എൻസൈംസ് ഉള്ളത്. ഇനി നെക്ക് ഓഫ് സ്പേമിലാണ് എന്ത്? സെൻട്രിയോൾസ് കാണപ്പെടുന്നത്. എവിടെയാണ്?
സ്പേമിന്റെ നെക്ലിയാണ്. അപ്പൊ നിങ്ങൾ ആ സ്പേമിന്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കുക. അവിടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സ്ട്രക്ചറിനകത്ത് നെക്ക് ഓഫ് സ്പേം അക്രോസോമും ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിനകത്ത് എയും ബിയും ഐഡന്റിഫൈ ചെയ്യാനാണ് കൊടുത്തത്. എന്താണ് നമ്മുടെ DNA ഹിസ്റ്റോൺ പ്രോട്ടീനിൽ റാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, എന്താണ് നമ്മുടെ DNA ആണ് എ, ബി എന്താണ് ന്യൂക്ലിയോസോം ആണ്. അതായത് നമ്മുടെ ഹിസ്റ്റോൺ പ്രോട്ടീനിലെ DNA റാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂക്ലിയോസോം ആണ് ബി. ഓക്കെ, അപ്പൊ അത്രയാണ് സെക്ഷൻ ബിക്കകത്ത്. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ അതെന്താണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്ത് വിട്ടതാട്ടോ. ഇനി അടുത്തത് സെക്ഷൻ സി. സെക്ഷൻ സിക്കകത്ത് നോക്കിയേ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇവിടെ ഫസ്റ്റ് 29th ക്വസ്റ്റ്യൻ ഏതാണ്? വിച്ച് ടിഷ്യൂ ബിയേഴ്സ് ദ ഫോളോവിങ് ക്യാരക്ടേഴ്സിൽ ഏത് ടിഷ്യൂ ആണ് ടിഷ്യൂസിന്റെ ക്യാരക്ടേഴ്സസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഏത് ടിഷ്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കണം. Small and compactly packed cells which divide continuously. First one. Then second, end walls open and cells join to form a long tube having a dead cell wall. അപ്പൊ ഇതിന്റെ രണ്ടിനും ആൻസർ എന്താണ്? എനിക്ക് തോന്നുന്നു ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത്. Small and compactly packed cells which divide continuously. Continuously divide ചെയ്യാനായിട്ട് capability ഉള്ള cells ഏതാണ്? അവരിത് എപ്പോഴും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവരെന്താണ് പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് എന്താണ് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് സൈലം വെസൽസ്. അതിന്റെ ആൻസർ end walls open and cells join to form a long tube having a dead cell wall. അതിന് ആൻസർ ആണ് സൈലം വെസൽസ്. നമ്മുടെ വാട്ടർ കണ്ടക്ഷൻ പ്ലാന്റ്സില് വാട്ടർ കണ്ടക്ഷൻസ് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഈ സൈലം വെസൽസ് ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡെഡ് സെൽസ് വെച്ചാണ്. അപ്പൊ ഈ സൈലം വെസൽസിന്റെ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ആരാണ്? കമ്പാനിയൻ സെൽസസ് ആണ്. ലിവിങ് ആയിട്ടുള്ള സെൽസസ് കമ്പാനിയൻ സെൽസസ് ആണ്. ഓക്കെ, ഇനി സെക്ഷൻ ഡിയിലോട്ട് പോകാം. ബ്രീഫ്ലി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫോർമേഷൻ ഇൻ ബാക്ടീരിയ. ദെൻ why do we consider DNA replication as semi conservative? Explain briefly. 2 ക്വസ്റ്റ്യൻ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. രണ്ടും നല്ല കിടു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മോളിക്കുലാർ ബയോളജിക്കകത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എന്താണ് ഇത്? എനിക്കൊന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു. ട്രാൻസ്ഫോർമേഷൻ ഇൻ ബാക്ടീരിയ. എന്താണ് ബാക്ടീരിയ ട്രാൻസ്ഫോർമേഷൻസ്? നമ്മുടെ ബാക്ടീരിയ ഫോറിൻ DNA അതിന്റെ സറൗണ്ടിങ്സിൽ നിന്നും എടുത്ത് എന്താണ് അവരുടെ DNA ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾസ് ഒരു ഗ്രിഫിത്തിന്റെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. ഒരു മൈസിൽ എന്താണ് ന്യൂമോണിയ അഫക്റ്റഡ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോമൈസസ് ബാക്ടീരിയനെ ഇൻജെക്ട് ചെയ്ത് ഒരു എക്സ്പെരിമെന്റ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഫസ്റ്റ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻസ് പ്രിൻസിപ്പിളും പിന്നെ അതുപോലെ തന്നെ DNA കുറിച്ചൊരു കൺസെപ്റ്റും കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ട്രാൻസ്ഫോർമേഷൻസ് ഇൻ ബാക്ടീരിയ എന്താണ്? നമ്മുടെ ബാക്ടീരിയ ഒരു ഫോറിൻ DNA ആ ബാക്ടീരിയയുടെ എൻവയോൺമെന്റിൽ നിന്നും എടുക്കുകയും ആ DNA എന്താണ് ആ ബാക്ടീരിയയുടെ ഉള്ളിലുള്ള DNA ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുകയും ചെയ്യിപ്പിക്കുന്നു. അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് DNA replication is semi conservative because എന്താണ് നമുക്കറിയാം റിപ്ലിക്കേഷൻ സമയത്ത് എന്നാ സംഭവിക്കുന്നത്? നമ്മൾ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA അൺവൈൻഡ് ചെയ്ത് ഇങ്ങനെ അഴിഞ്ഞു വരും. എന്നിട്ട് എന്താണ് ആ 2 പേരന്റൽ സ്ട്രാൻഡും എന്തായിട്ട് ആക്ട് ചെയ്യും? ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് 2 പേരന്റൽ സ്ട്രാൻഡിൽ നിന്ന് എന്താണ് 2 സൈഡിൽ നിന്നും പുതിയൊരു DNA സിന്തസൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ സിന്തസൈസ് ചെയ്ത് ഫൈനലി എന്താണ് ഉണ്ടാകുന്ന പുതിയ DNAക്ക് എന്താണ് ഒരെണ്ണം ഒരു സ്ട്രാൻഡ് പേരന്റൽ സ്ട്രാൻഡും ഒരു സ്ട്രാൻഡ് ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ DNA replication എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡിഫൈൻ ദി ഫോളോവിങ് ടേംസ്. ഇവിടെ ഒരു 3 ടേംസ് കൊടുത്തിട്ടുണ്ട്. ആ ടേംസ് ഒന്ന് ഡിഫൈൻ ചെയ്യണം. ആംനിയോൺ, ഡെമോഗ്രഫി, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. എന്താണ് ആംനിയോൺ? ആംനിയോൺ എന്താണ്? നമ്മുടെ എംബ്രിയോയിനെ പ്രത്യേകിച്ചും റെപ്റ്റൈൽസിലും ബേർഡ്സിലും മാമൽസിലും എന്താണ് എംബ്രിയോയിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന ഒരു മെംബ്രെയിൻ ആണ് എന്ത്? ആംനിയോൺ. ഈ ആംനിയോണിന് എന്താണ് അതിനകത്ത് ഫില്ല് ചെയ്ത ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്.
അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ആ ഒരു സാക്കിനെ വിളിക്കുന്ന പേരാണ് അമ്നിയോട്ടിക് സാക്ക്. അപ്പൊ നിങ്ങൾ അത്രയും ഒന്നും എഴുതിയില്ലെങ്കിലും ആ ഒരു എംബ്രിയോനെ സറൗണ്ട് ചെയ്ത് കാണുന്ന മെംബ്രെയിൻ ആണെന്ന് എഴുതണം കേട്ടോ. നെക്സ്റ്റ് ആണ് ഡെമോഗ്രഫി. ഡെമോഗ്രഫി എന്താണ്? ഹ്യൂമൻ പോപ്പുലേഷനെ കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡി ആണ് എന്ത്? ഡെമോഗ്രഫി. അതായത് പോപ്പുലേഷൻസിനുള്ള സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻസ്, പിന്നെ ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, നാറ്റാലിറ്റി ആൻഡ് മോർട്ടാലിറ്റി, മൈഗ്രേഷൻസ്, ഇങ്ങനെ പോപ്പുലേഷനുമായിട്ട് ഹ്യൂമൻ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡി ആണ് എന്ത്? ഡെമോഗ്രഫി. നെക്സ്റ്റ് ആണ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്? പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു rate which the number of individuals in a population increase over a period of time. ഒരു particular period of time ഒരു populationsൽ individualsന്റെ എണ്ണം കൂടുന്നതിനെയാണ് population growth rate എന്ന് പറയുന്നത്. അത് ഓരോ പെർസെന്റേജിൽ ഓരോ ഇയർ ഒരു പെർസെന്റേജ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ഇതെന്താണ്? ഈ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും മൈഗ്രേഷൻസും. ഓക്കെ, നെക്സ്റ്റ് ആണ് സെക്ഷൻ ഇ. കംപ്ലീറ്റ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ എന്താണ്? കുറച്ച് സ്റ്റേറ്റ്മെന്റ്, 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. മസ്കുലാർ പെയിൻ we get after prolonged exercise is due to dash. Lenticels are found in dash. Their function is dash. Each NADH molecules is produce dash ATP molecules. Photosynthesis is a dash path and respiration is a catabolic path. എന്താണ് ആൻസർ? മസ്കുലാർ പെയിൻ we get after prolonged exercise due to. എന്തുകൊണ്ടാണ്? അവിടെ നോക്കിക്കേ, ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ വരുന്നതുകൊണ്ടാണ് മസ്കുലാർ. നമ്മൾ ഓടിന്ന് വെച്ചു, ഓടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ മസിൽസിന് ഒരു വേദന, ഒരു പിടുത്തം വരും അല്ലെ? അതെന്തുകൊണ്ടാണ്? ഈ ലാക്റ്റിക് ആസിഡിന്റെ അക്യുമുലേഷൻ വരുന്നതാണ്. ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഓക്സിജനിന്റെ ആബ്സെൻസിൽ റെസ്പിറേഷൻ നടക്കുന്നതുകൊണ്ടാണ് അവിടെ ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ നടക്കുന്നത്. റെസ്പിറേഷന്റെ ചാപ്റ്ററിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓക്സിജന്റെ പ്രസൻസിലുള്ള റെസ്പിറേഷനും ഓക്സിജന്റെ ആബ്സെൻസിലുള്ള റെസ്പിറേഷനെ കുറിച്ച്. അപ്പൊ എന്താണ്? ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ വരുന്നത് എപ്പോഴാണ്? ഓക്സിജന്റെ ആബ്സെൻസിലുള്ള റെസ്പിറേഷൻ നടക്കുമ്പോഴാണ് എന്ത്? ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ വരുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത്? മസിൽസിന് പെയിൻ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് lenticels are found in bark of the stems and roots. നമ്മുടെ സ്റ്റെംസിന്റെയും റൂട്ട്സിന്റെ ഒക്കെ ബാർക്കിൽ കാണുന്നതാണ് ഈ ലെന്റിസെൽസ്. ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുക എന്നാണ്. ഓക്സിജന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ എക്സ്ചേഞ്ച് ആണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ. ഈച്ച് NADH2 എന്താണ്? ഒരു എനർജി മോളിക്യൂൾ ആണ്. നമ്മുടെ ഗ്ലൈക്കോളിസിസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും എന്താണ്? NADH2 ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്താണ്? NADH ഒരു എനർജി മോളിക്യൂൾ ആണ്. അപ്പൊ ATP എന്താണ്? ഇറ്റ്സ് ഓൾസോ ആൻ എനർജി മോളിക്യൂൾ. അപ്പം ഓരോ NADH2 3 ATP മോളിക്യൂൾസിന് ഈക്വൽ ആണ്. ഓക്കെ, ATP മോളിക്യൂൾസിന് എത്ര ATP മോളിക്യൂൾസിന് ഈക്വൽ ആണെന്നാണ് ചോദിച്ചത്. അപ്പൊ എത്രയാണ്? 3 ATP മോളിക്യൂൾസിന് ഈക്വൽ ആണ് ഒരു NADH2. ഓക്കെ, then ലാസ്റ്റ് വൺ ആണ് ഫോട്ടോസിന്തസിസ്. എന്താണ്? ഒരു അനാബോളിക് പാത്വേ ആണ്. ആൻഡ് റെസ്പിറേഷൻ എന്താണ്? ഒരു കാറ്റബോളിക് പാത്വേ ആണ്. ഓക്കെ, then നെക്സ്റ്റ് ആണ് സെറ്റ് സിയിലോട്ട് നമ്മൾ വന്നു. സെറ്റ് സിയിനകത്തെ സെക്ഷൻ ബി ആണ് ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ്. ഇവിടെ ഒരു 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് റോങ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് നോക്കിയാൽ സ്പൈറോഗൈറ is a flagellated algae. Color of red sea is due to the occurrence of pigmentation of alga. Contrasectal vacuoles is found in Munniensis. Marine algae are rich in ions. Okay, അപ്പൊ ഏതാണ്? സ്പൈറോഗൈറ എന്താണ്? ഒരു ഫ്ലജല്ലാറ്റഡ് ആൽഗയാണോ? അല്ല. സ്പൈറോഗൈറ എന്താണ്? ഒരു നോൺ ഫ്ലജല്ലാറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആൽഗയാണ് സ്പൈറോഗൈറ. ശരിക്കും ഈ സ്പൈറോഗൈറ നമ്മൾ ഒരു മറൈൻ ആൽഗയാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പ്ലാന്റ് പോലെ തന്നെ ഇരിക്കും. ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചറും ഒരു കാ പോലത്തെ ഒരു സ്ട്രക്ചറും ഒക്കെ ഉള്ള ഒരു സാധനമാണ് ഈ സ്പൈറോഗൈറ. ഓക്കെ, അപ്പൊ എന്താണ്? സ്പൈറോഗൈറ എന്താണ്? ഒരു നോൺ ഫ്ലജല്ലാറ്റഡ് ഫിലമെന്റസ് ഗ്രീൻ ആൽഗയാണ്. അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന കോൺജുഗേഷൻ വഴിയാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കോൺട്രാക്റ്റൽ വാക്യൂൾസസ് എന്താണ്? മുണിയറൻസിനകത്ത് കാണപ്പെടുന്നുണ്ട്? ഇല്ല, അതും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. മുണിയറൻസിസ് എന്താണ്?
നമ്മുടെ ബാക്ടീരിയയും സയനോബാക്ടീരിയ, അതായത് ലോവർ ഏറ്റവും ലോവർ ഓർഗാനിസംസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ മോണിയോറൻസ്. നമ്മുടെ ബാക്ടീരിയയും സയനോബാക്ടീരിയ ഒക്കെ ആർക്കിബാക്ടീരിയ, യൂബാക്ടീരിയ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയയും സയനോബാക്ടീരിയ ഒക്കെ വരുന്നതാണ് മോണിയോറൻസസ്. അപ്പൊ അവയിൽ എന്താണ് കോൺട്രാക്ടൈൽ വാക്യൂൾസസ് ഉണ്ടോ? ഇല്ല. കോൺട്രാക്ടൈൽ വാക്യൂൾസസ് എന്താണ് കാണുന്നത് യൂക്യാരിയോട്സ്, അതായത് അതെന്താണ് ഒരു മെംബ്രെയിൻ ബോണ്ടഡ് ഓർഗാനിസസ് ആണ്. അപ്പൊ മോണിയോറൻസസ് എന്താണ് ഒരു പ്രോകാരിയോട്സ് ആണ്. പ്രോകാരിയോട്സിൽ എന്താണ് മെംബ്രെയിൻ ബോണ്ടഡ് ആയിട്ടുള്ള യാതൊരുവിധ ഓർഗാനിസസും അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് എന്താണ് ഈ കോൺട്രാക്ടൈൽ വാക്യൂൾസസ് ആബ്സെന്റ് ആയിരിക്കും. യൂക്യാരിയോട്സിന് എന്തുണ്ട് കോൺട്രാക്ടൈൽ വാക്യൂൾസസ് പ്രസന്റ് ആണ്. ബാക്കി റെഡ് സീക്ക്, അതായത് റെഡ് ടൈ എന്നൊക്കെ പറയുന്ന കാരണം എന്താണ് ആൽഗയുടെ പിഗ്മെന്റേഷൻസ് ഒക്കെയാണ്. ബാക്കി രണ്ടെണ്ണം ശരിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഐഡന്റിഫൈ ദി എ ആൻഡ് ബി ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. ഇവിടെ 3 കോളം ഉള്ള ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സെക്രീഷന്, സോഴ്സ്, ഫങ്ഷന്, അതായത് ഹോർമോൺസിന്റെ പേര്, ആ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഏത് ഓർഗൻ ആണെന്നുള്ള പേരും ആ പർട്ടിക്കുലർ ഓർഗന്റെ ഫംഗ്ഷനും ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാൽ ഫസ്റ്റ് ആണ് ഓക്സിറ്റോസിൻ, ഒരു ഹോർമോൺ ആണ്. ആ സെക്രീറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്താന്ന് കൊടുത്തില്ല, ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അടുത്താണ് സെക്രീഷൻ, ഡാഷ് കൊടുത്തിട്ടുണ്ട്. ബി സെക്രീഷൻ ഏതാണെന്ന് കൊടുത്തിട്ടില്ല, പക്ഷെ സോഴ്സ് ഏതാണ് ലൈഡിങ് സെൽസസ് ആണ്. ഫംഗ്ഷൻ എന്താണ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടർ ആണ്. അപ്പം ഓക്സിറ്റോസിന് സെക്രീറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ് നമ്മുടെ ചൈൽഡ് ബർത്തിന്റെ സമയത്ത് യൂട്രസിന്റെ കൺട്രാക്ഷന് സഹായിക്കുന്ന ആരാണ് ഓക്സിറ്റോസിൻ ആണ്. ഓക്കെ, അതായത് കുഞ്ഞുണ്ടാകുന്ന സമയത്ത് യൂട്രൈന്റെ കൺട്രാക്ഷന് സഹായിക്കുന്ന ആരാണ് ഓക്സിറ്റോസിൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിന്റെ സമയത്ത് മിൽക്കിനെ ഇജക്ട് ചെയ്യുന്നത്, പാല് വരുന്നതിന് വേണ്ടി സഹായിക്കുന്നത് ആരാണ് ഓക്സിറ്റോസിൻ ആണ്. ലാസ്റ്റ് ആണ് ലൈഡിങ് സെൽസും സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടർ. ലൈഡിങ് സെൽസ് എന്താണ് ശരിക്കും മെയിൽ സെക്സ് ഓർഗനിക് ആണ്, ടൈപ്സ് ഓഫ് സെൽസ് ആണ് ലൈഡിങ് സെൽസ്. ഓക്കെ, അപ്പം ഈ സെൽസസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ. ഏതാണ് മെയിൽ സെക്സ് ഹോർമോൺ ആയ ടെസ്റ്റോസ്റ്റിറോൺ എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഈ ലൈഡിങ് സെൽസിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ സ്പോട്ട് എ ആൻഡ് ബി ഫ്രം ദി ഡയഗ്രാം ഗിവൺ ബിലോ. ഇവിടെ ഇത് എന്തിന്റെ സ്ട്രക്ചർ ആണ്? നമ്മുടെ ഒരു യൂട്രസിന്റെ ഒരു സ്ട്രക്ചർ അല്ലേ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എയും ബിയും ഉണ്ട്, ആ ഒരു സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യാനാണ് കാണുന്നത്. എ എന്താണ് ഓവറി, ബി എന്താണ് ഓവിഡക്റ്റു ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. അപ്പൊ നിങ്ങൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ചാപ്റ്റർ ഏതാന്ന് നോക്കി ആ ചാപ്റ്റർ കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് തറവായിട്ട് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു കാര്യം ഓർത്തിരിക്കുക, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏത് ഏരിയയിൽ നിന്ന് ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ഉള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ.